എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ കുറേ നാളത്തെ യാത്രയ്ക്ക് ശേഷം ഇന്നിപ്പോൾ നമ്മളൊരു ഇൻ്റർനാഷണൽ യാത്ര പോവുകയാണ്. അതായത് അമേരിക്കയുടെ തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള കാനഡയിലേക്കാണ് നമ്മൾ പോണത്. അയ്യോ, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ്. ബോർഡർ കിടക്കാൻ പോവുകയാണ്. അത് എങ്ങനെ, നമ്മുടെ കാറിലാണ് നമ്മൾ ബോർഡർ കിടക്കാൻ പോണത്. കാറെന്ന് വെച്ചാൽ നമ്മൾ ന്യൂജേഴ്സിയിലാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ പറഞ്ഞ കാനഡയിലേക്ക് പോകാൻ അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ പിന്നെ കാറിന് പോയാൽ മതി, ഫ്ലൈറ്റിന് പോകേണ്ട കാര്യമില്ല. എപ്പടി മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ബോർഡർ കിടക്കണതൊക്കെ ഇങ്ങനെ കാറിന് പോയിട്ട്. അപ്പോൾ നമ്മുടെ കാറിന് അങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അതും അമേരിക്കയിൽ നിന്ന് തൊട്ടടുത്ത രാജ്യത്തേക്കൊക്കെ പോവാതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണതൊക്കെ തന്നെയാണ്. എങ്കിലും നമുക്ക് സ്വന്തം ചെയ്യുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ്. പിന്നെ ഈ സന്തോഷത്തിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ചെറിയൊരു പേടിയും ഉണ്ട് കേട്ടോ. ഈ ബോർഡർ കിടക്കുമ്പോൾ എന്തൊക്കെയാണ് ഗുലുമാലെന്നൊന്നും അറിയില്ല. കാരണം ആദ്യത്തെ ഒരു ഇതാണല്ലോ, നമ്മൾ ഫ്ലൈറ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാറിന് കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയർ ഉണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. നമ്മൾ കുറേ പേരോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അങ്ങനെ പേടിക്കാനൊന്നുമില്ല, അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് കിടക്കണതിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കാനഡയൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ച് അമേരിക്കയിലേക്ക് വരുമ്പോൾ അവിടെ ചെക്കിംഗ് ഒക്കെ ഇത്തിരി ടഫായിരിക്കും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ. നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിസയൊക്കെ നമ്മൾ എടുത്തായിരുന്നു കേട്ടോ. നമ്മൾ നോമ്പിൻ്റെ ആ ഒരു ടൈമിലാണ് വിസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ ഒന്നും ചെയ്തില്ല കേട്ടോ. പെട്ടെന്ന് ഒരു ഒട്ടപ്പാച്ചിലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വിസയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ കയ്യോടെ തന്നെ അങ്ങോട്ട് കാനഡയ്ക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇത്തവണത്തെ കാനഡ യാത്രയിൽ നമ്മൾ എയർബിഎൻബി വഴിയുള്ള വീടാണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. നമ്മൾ അമേരിക്കയിൽ പല പല വീടുകൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെ തന്നെ കാനഡയിലെ വീടുകൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീടുകൾ എടുത്തത്. ഹോട്ടൽ റൂം എടുക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഫ്രോസൺ. കാരണം വീടാവുമ്പോൾ അറിയാമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ റെഡിയാക്കണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് പോയിട്ട് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രോസൺ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിലായിട്ട് കാണിക്കാം. ഇനി കാനഡയിൽ നമ്മൾ എവിടെയാണ് പോകണതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2 കൊല്ലം മുമ്പ് നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൈഡ് അമേരിക്കയിലെ ന്യൂയോർക്കിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റേ സൈഡ് കാനഡയിൽ ടൊറൻറ്റോ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത്. ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടൊറൻറ്റോ ആണ് ശരിക്കും പറഞ്ഞാൽ കാനഡയിൽ എല്ലാവരും പോയി കാണുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സിറ്റി കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളവിടെ അല്ലാട്ടാ പോണത്. കാരണം വെച്ചാൽ അന്ന് ഓൾറെഡി നമ്മൾ ആ ഭാഗത്ത് പോയതാണ്. പിന്നെ നമ്മൾ അങ്ങനെ തന്നെ പോകണോ? പിന്നെ മാത്രമല്ല, അതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയാണ്. അതായത് നമ്മുടെ ന്യൂയോർക്കൊക്കെ പോലെ, ചിക്കാഗോ ഒക്കെ പോലത്തെ ഒരു സിറ്റി. അപ്പോൾ വീണ്ടും ആ ഒരു സിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ കുറച്ച് വെറൈറ്റി ആണല്ലോ പിടിക്കാറ്. സ്ഥലം ഏതാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാട്ടോ. ചിലപ്പോൾ തമ്പനയിൽ ഉണ്ടാവുമായിരിക്കും ഓൾറെഡി. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കാണ് അവിടെ എത്തുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ അധികം ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വണ്ടി കയറിയിരിക്കുന്നുണ്ട്, എന്നെ വെയിറ്റ് ചെയ്യാം. ഞാനപ്പോൾ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചത്. കയറി എല്ലാവരും എന്നാൽ അപ്പം. അങ്ങനെ നമ്മുടെ കാനഡ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. പോകുന്ന വഴി തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റ്. ഇതേ കണ്ടില്ലേ, ദോശ ഹൗസ്. നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ദോശക്കട. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ബോസ്റ്റൺ പോണ വഴിക്ക് അടിപൊളി ദോശ കിട്ടും, അടിപൊളി പൂരി കിട്ടും. അപ്പോൾ നമുക്ക് പോയി വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കഴിഞ്ഞ ഇവിടെ വന്നപ്പോഴേ ഇവിടെ നിന്ന് ലഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കും, ഇത്തവണ ലഡു വാങ്ങിക്കണമെന്നും പറഞ്ഞ്. ദോശ ഹൗസ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഇതൊരു ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ.
അപ്പോൾ ഇവിടെ ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസുകളൊക്കെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പ്ലെയിൻ ദോശയും പിന്നെ അതുപോലെ തന്നെ ചീസി ദോശയാണ് കേട്ടോ പിള്ളേർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ചന്ന മസാല വിത്ത് ബട്ടൂരയാണ്. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൂരി മസാലയായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. പിന്നെ അതേ പാത്തുവിന് ലഡു എന്ന് പറഞ്ഞാൽ സാധാ ലഡു പിന്നെ അതുപോലെ റവ ലഡുവും വേണ്ട നമ്മൾ പാർസലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഹൈവേയിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര. പിന്നെ ഒരുപാട് സ്റ്റേറ്റുകളൊന്നും കവർ ചെയ്യാനില്ല കേട്ടോ. നമ്മൾ ന്യൂജേഴ്സിയിൽ നിന്ന് അടുത്തത് ന്യൂയോർക്കിൽ നിന്ന് അടുത്തതാണ് കാനഡ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്റ്റേറ്റൊന്നും സാധാരണ യാത്രയിൽ പോണ പോലെയൊന്നും അങ്ങനെ കവർ ചെയ്യാനില്ല. ന്യൂയോർക്കിലൂടെ ആയിരുന്നു നമ്മുടെ ഫുള്ള് യാത്ര. ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറേ ഈ മലഞ്ചെരുവുകളിലൂടെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കാഴ്ചകൾ. പിന്നെ ഇപ്പോൾ പോരാത്തതിന് സമ്മറിലേക്ക് കടന്നപ്പോൾ ഫുള്ള് പച്ചപ്പൊക്കെ ആകുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു എന്ന് പറഞ്ഞാൽ. ഹൈവേയിലൂടെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പിന്നെ അതേ ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരത്തെ കുറേ പാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാനൊക്കെ ഒരു പ്രത്യേക ഒരു രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ മുമ്പ് പോയിട്ടൊക്കെ ഉണ്ട്, ഏതൊക്കെയോ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഏകദേശം ഈ റൂട്ട് തന്നെയാണ് കേട്ടോ പോണത്. കാരണം കാനഡ അങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വന്നോലോ. നമ്മളങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു റെസ്റ്റ് ഏരിയ കണ്ടിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് ഏരിയ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഓർക്കും ഇതെന്താണ് സംഗതി എന്ന്. ഈ അമേരിക്കൻ യാത്രയിൽ ഹൈവേയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളാണ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആവാം, വേണമെങ്കിൽ വണ്ടിയിൽ കിടന്ന് ഉറങ്ങാം, അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്ന റെസ്റ്റ് ഏരിയ അത്യാവശ്യം വലിയൊരു റെസ്റ്റ് ഏരിയ ആണ്. ഇവിടെ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് എന്തൊക്കെയാണോ അട്രാക്ഷൻസ്, റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ഹോട്ടൽസുകൾ, അങ്ങനെ അതിൻ്റെയൊക്കെ മാപ്പും അതിൻ്റെ ഗൈഡ് ബുക്ക് അതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് വേണമെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കിത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിതിങ്ങനെ കൊടുത്തേക്കണത്. ഗൈസ് നമുക്കങ്ങനെ ചോക്ലേറ്റ് ആണത്. ബിസ്ക്കറ്റാ ചോക്ലേറ്റാടാ? ബിസ്ക്കറ്റ് കിട്ടിയിരിക്കുകയാണ് ടേസ്റ്റ് ചെയ്യാൻ. മാഷ്മലോ പോലെ ഇരിപ്പുണ്ട്. വളരെ ടേസ്റ്റ് കേട്ടോ. കൊള്ളാമല്ലോ റെസ്റ്റ് ഏരിയ. സാധാരണ റെസ്റ്റ് ഏരിയാസ് പോലെ തന്നെ ഇവിടെയും വെൻഡിങ് മെഷീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കഴിച്ച ചോക്ലേറ്റ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ അതുപോലെ തന്നെ കോഫി, പിന്നെ ഒരുപാട് സ്നാക്സുകളൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്താണെങ്കിലും പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാ റെസ്റ്റ് ഏരിയാസിലും ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കയറിയപ്പോൾ ഒന്നും കൂടി പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്തു കുറേ നേരം അവിടെ നിന്ന് കളിച്ചിട്ടാ. ഏതായാലും പ്ലേ ഏരിയാസൊക്കെ കണ്ടു. പിന്നെ മാത്രമല്ല കുറേ നേരം ഇങ്ങനെ യാത്ര തന്നെയല്ലേ, അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കലുമായി, അവൾക്ക് അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കലുമായി. അങ്ങനെ കുറേ നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കണേക്കെ എല്ലാത്തിനും കണ്ടില്ലേ, മുകളിലായിട്ട് ഇങ്ങനെ കുഞ്ഞ് ഇങ്ങനെ ഈ എന്താ പറയുക, മീൻ പിടിക്കാനാണോ അതോ ഇനി കയാക്കിങ്ങിനാണോ എന്തിനാണെന്നറിയില്ല, കുഞ്ഞു ബോട്ടുകളൊക്കെ ഇങ്ങനെ മിക്ക വണ്ടികളുടെ മേളിൽ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ ന്യൂയോർക്കിലേക്ക് കടന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ എന്താ പറയുക ലേക്കുകളും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വെള്ളമൊക്കെ ആണോ, നമുക്ക് ബോട്ടിങ്ങും ഒക്കെ നടത്താൻ പറ്റിയ ഏരിയാസിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോണത്. ഞാൻ പറഞ്ഞല്ലോ നയാഗ്ര ആ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ പോണ ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയി. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഹൈവേന്ന് കുറച്ച് ഉള്ളേരിയയിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അതുപോലെ തന്നെ ചിപ്പോട്ട്ലയിലാണ് കേട്ടോ നമ്മൾ വന്നേക്കണത്. കാരണം ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തോരം നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടാണെന്ന് പറഞ്ഞത് എങ്കിലും കിട്ടിയത്. ഗൈസ് നമ്മളങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരും. അതെ വരുന്നുണ്ടല്ലോ.
ചിപ്പോട്ടിലാവുമ്പോൾ അറിയാലോ. അപ്പോൾ അതേപോലെ തന്നെ സാലഡ് രൂപത്തിലാണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിള്ളേർ രണ്ടുപേരും ടാക്കോസ് പോലത്തെ ആണ്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ബൗളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഫുഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിപ്പോട്ടിലെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ പോണ വഴി ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്ടോ. ഇത് നോക്കിക്കൊണ്ട് ഒരു അടിപൊളി കാറ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ കാണുമെങ്കിലും പക്ഷേ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടാൽ മാത്രമാണോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് അങ്ങനെ ഉന്നിച്ചിന്ന് അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ, അവർ ശ്രദ്ധിക്കുകയും ചെയ്യൂലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതലൊന്നും അങ്ങനെ കാണിക്കാത്തത്. അങ്ങനെ നമ്മുടെ യാത്ര കുറേ പോയതിന് ശേഷം ഇപ്പോൾ അതേ ബോർഡർ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമേരിക്ക കാനഡ ബോർഡറാണ്. അവിടുത്തെ തിരക്കാണ്ടോ ഈ കാണുന്നത്. എന്തോരം ക്യൂ ആണെന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം ക്യൂ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മളൊരു അവധി ടൈമിലാണ്ടോ നമ്മൾ യാത്ര പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നല്ല ക്യൂ ആയിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടായിരുന്നത്. കുറേ നേരം ക്യൂ കിടന്നായിരുന്നു. ആദ്യം നമുക്കൊരു ഡൗട്ടായിരുന്നു കേട്ടോ, എവിടെ നിൽക്കണം, എവിടെ ക്യൂ നിൽക്കണം. കാരണം 1-2 റോഡുകൾ അങ്ങോട്ട് കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ഒരു വണ്ടി പോണ കണ്ടില്ലേ. അപ്പോൾ ഇപ്പുറത്താണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ഈ ക്യൂവിൽ തന്നെ നിന്നു. ഓരോ വണ്ടിയായിട്ടാണ്, അതായത് ഒറ്റ ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് അമേരിക്കയുടെ ബോർഡർ. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടാണ് കാനഡയുടെ ബോർഡർ വരുന്നത്. ഈ ബോർഡർ ആയതുകൊണ്ട് വളരെ പതുക്കെ തന്നെയാണ് ഓരോ വണ്ടികൾ അവർ കടത്തി വിടുന്നുണ്ടായിരുന്നത്. വണ്ടിയുടെ അകമൊന്നും അങ്ങനെ ചെക്ക് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇത് കടന്നു പോകുന്നതുകൊണ്ടേ ചെറിയൊരു ടെൻഷനും ഒരു ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. വെൽക്കം ടു കാനഡ. അങ്ങനെ നമ്മൾ കാനഡയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത്ര വലിയ ക്വസ്റ്റ്യൻസൊന്നും ചോദിച്ചില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസൊക്കെയാണ് കേട്ടോ നമ്മളോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ടൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് റൂം എടുക്കുന്നത്, എന്തിനാണ് പോകുന്നത്, എന്ന് തിരിച്ചു വരും, അങ്ങനത്തെ അത്യാവശ്യം വേണ്ട കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അങ്ങനെ കാനഡയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കാനഡയിലെ കാഴ്ചകളൊക്കെ കാണാം. ട്രക്കുകളൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ആ കാണുന്നത്. നമ്മൾ വന്ന വഴി കൂടി കാറുകൾ മാത്രമാണ് വന്നത്. അങ്ങനെ നമ്മൾ കാനഡയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ദൂരം കിലോമീറ്ററിലാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ അമേരിക്കയിലൊക്കെ മൈൽസ് ആയിട്ടല്ലേ, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കിലോമീറ്ററിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നെ ബോർഡർ കടന്നിട്ടില്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ വലിയ മാറ്റങ്ങളൊന്നും കാണാനൊന്നുമില്ല. ഇപ്പം നമ്മുടെ അമേരിക്കയിൽ കണ്ട പോലെ ആ റോഡും ആ ഒരു സ്ഥലങ്ങളും ഒക്കെ തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കൊരു 3-4 മണിക്കൂറും കൂടി യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. സമയമൊക്കെ എല്ലാം ഒരേപോലെ ആയിരുന്നു. ന്യൂജേഴ്സിയിൽ അതേ സമയം തന്നെയാണ് ഇവിടെയും. ഇപ്പോൾ അതേ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 8 മണിയൊക്കെ കഴിയും ഇപ്പോൾ ഇവിടെയും സൂര്യനൊക്കെ അസ്തമിക്കാനായിട്ട്. നമ്മളിപ്പോൾ കാനഡയിലെ ഒൻറ്റാറിയോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കാണ് ആദ്യം കടന്നത്. അതിന് ശേഷം നമ്മൾ ക്യൂബിക് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റിലുള്ള ഒരു സ്ഥലത്താണ്ടോ നമ്മളിന്ന് റൂം എടുത്തേക്കണത്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ഉള്ളേരിയ പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും. വീടുകളോ ഒന്നും കാണാനില്ല. നമ്മുടെ അമേരിക്കയിലായിരുന്നെങ്കിൽ പിന്നെയും ഏത് കാടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും വീടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ ഇവിടെ മൊത്തം വിജനമായിട്ടുള്ള വഴികളാണ്. എന്തോരം കിലോമീറ്ററുകളോളമാണെന്ന് അറിഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയായിരുന്നു നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ യാത്രകൾക്ക് ശേഷം നമ്മുടെ ആ ഒരു താമസിക്കുന്ന വീട്ടിൽ എത്തിയിട്ടുണ്ട്. എയർബിഎൻബി വഴി താമസിക്കുന്നത്. ഇത് കണ്ടില്ലേ, അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മൾ കാനഡയിൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നിരന്ന് കുറേ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2ാമത്തെ വീടാണ് നമ്മളിന്ന് എടുത്തേക്കണത്. അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിൽ പോവാം, വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. അടിപൊളി അടിപൊളി. എന്താ ഇത്? കാണില്ല വീഡിയോയിലല്ലേ, ഇത്ര ഇറങ്ങി നിൽക്കപ്പോൾ കാണും. വേണ്ട, അപ്പം നമുക്കിനി വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം. ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ സൈഡും ഉണ്ട് ഈ സൈഡും ഉണ്ട്. ചെറുതായിട്ട് തണുപ്പുണ്ട് ഇവിടെ. ന്യൂജേഴ്സിയിൽ തണുപ്പൊക്കെ കുറഞ്ഞപ്പോൾ ഇവിടെ തണുപ്പായി.
തടുക്കത്തിട്ട് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലം. ഫുൾ കൃഷി കാര്യങ്ങൾ, എന്തൊക്കെയോ കുറേ പ്രാണികളൊക്കെ ഉണ്ട്. ഈ പാടമൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നണം. ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ. ഇനി വീടിൻ്റെ അകത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അവിടെ കുറേ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ട്. കൊതുകൊക്കെ ഉണ്ടോ? അപ്പം എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. തണുത്തിട്ടും വയ്യാൻ വെച്ചു. അപ്പോൾ ഗെയ്സ്, ഈ കാണുന്നതാണ് നമ്മുടെ വീട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വീട്. ആ കൊതുകുണ്ട്. അപ്പോൾ ഗെയ്സ്, നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് പോകാം. ഇതാണ് വീട്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിള്ളേരെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. നല്ല കൊതുകുണ്ടെന്നേ പുറത്ത്. അതെ, കയറി വരുമ്പോൾ തന്നെ ഇവിടെ ചെയർ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടിപൊളി. ഇനി അകത്തേക്ക് കയറാം. അയ്യോ, ഡോറ് തുറക്ക്. അപ്പോൾ ദേ ഇതാണ് ലിവിങ് റൂം. നല്ല വലിയ റൂമുള്ള. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കിച്ചൺ. അപ്പം നമ്മുടെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ ഇവിടെ ആയിരിക്കും. ഇവിടെ എല്ലാം ഉണ്ട്. ഇപ്പോൾ സാധാരണ എല്ലാ എയർബിഎൻബി വഴി പോലുള്ള വീട് പോലെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. പാത്രങ്ങളൊക്കെ ഉണ്ട്. നല്ല എല്ലാ ഐറ്റംസും ഉണ്ട്. ഗ്യാസിറപ്പും കാര്യങ്ങൾ. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ബെഡ്റൂം. അടിപൊളി. ഇതിങ്ങനെ ഇതിൻ്റെ ടോയ്ലറ്റ്. ഇതാണ്. ലൈറ്റ് ഇടട്ടെ. വലിയ ബാത്റൂമാണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. രണ്ടാമത്തെ ബെഡ്റൂം എവിടെയാണ്? നല്ല ഹൈറ്റിലാണ് അപ്പുറത്തെ കട്ടില്. ഈ റൂമിലുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ പോലെ ഉള്ളൊരു സ്ഥലം. 2 ബെഡ്റൂമുള്ളൊരു വീടായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി വീടാണല്ലേ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു വീട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് ലിവിങ് റൂം. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ഷോ പീസസൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ അവിടെ ഒരു കുഞ്ഞു പെട്ടിയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനെ ഒരുപാട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് ഗെയിംസ് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അവിടെ ഇങ്ങനെ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ഗ്രാൻഡ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ്. ഇവിടെ അടുത്തൊന്നും ഒരു കടയേ ഇല്ല കേട്ടോ. ഒരുപാട് ദൂരം നമ്മൾ വണ്ടി യാത്ര ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ. തണുക്കണ്ട പാത്തു? ഓ, തണുത്തിട്ട് വയ്യ. ആ വീട്ടിൽ ആളുണ്ടെന്ന് തോന്നുന്നല്ലേ. അവിടെ ലൈറ്റ് കാണുന്നുണ്ട്. ഓ, വണ്ടി പോണ സൗണ്ട് കേൾക്കാം. അപ്പോൾ വേറെ അടുത്തൊന്നും ഒരു മനുഷ്യനില്ലെന്ന് തോന്നുന്നു. ഇരുട്ട് കുത്തിയിരിക്കുന്നു. വന്ന വഴി ഫുഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ വീട് കാണാനുള്ള ആ ഒരു ആകാംക്ഷയിൽ ഫുഡൊന്നും വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് റെസ്റ്റോറൻ്റൊന്നും അടുത്തില്ല, കുറേ ദൂരെയാണെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ അതേ ഒരു കഫേയിലാണ് വന്നേക്കണത്. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ കഫേ മാത്രമാണ് ഓപ്പൺ ആവുള്ളൂ. റെസ്റ്റോറൻറ്റുകളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതേ ഫസ്റ്റ് എൻ്റെ പാത്തുവിന് കുറേ കളിക്കാനുള്ള പെയിൻറ്റിങ് ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിതേ ചെറിയൊരു റോള്, പിന്നെ അതുപോലെ തന്നെ ബീഫും ചെമ്മീനൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റീക്കൊക്കെയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും വെജിറ്റബിൾസും സ്മാഷ്ഡ് പൊട്ടറ്റോ അതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി തണുപ്പ്. ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് വീട്ടിൽ പോവാം.
ഇവിടെ കാനഡയിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ചെറി ബ്ലോസം പൂക്കളൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ ഒരുപാട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ന്യൂജേഴ്സിയിൽ നിന്ന് കാനഡയിലേക്കുള്ള ഈ ഒരു യാത്രാ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് കൊടുക്കാൻ ആരും മറന്നുപോകല്ലേ. കാനഡയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.